കേരളം ആണവോർജ നിലയത്തെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് കായംകുളത്തൊരു തെർമൽ പവർ കോർപ്പറേഷൻ ഉണ്ട്. അത് എത്രമാത്രം വൈദ്യുതി ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നൊന്നും അത്ര കൃത്യമായിട്ട് എനിക്കറിയില്ല. എന്തായാലും ഇപ്പോൾ ഒരു ആണവോർജ നിലയത്തെപ്പറ്റി ഒന്നല്ല 2 ആണവോർജ നിലയങ്ങൾ കേരളത്തിന് വേണ്ടി വരും എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ആണവോർജ നിലയത്തെപ്പറ്റി പറയുമ്പോൾ ഓർമ്മ വരുന്നത് 44 നദികൾ എന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളുന്ന മലയാളി സമൂഹത്തെയാണ്. അതിനായി 44 നദികളുമായി ബന്ധപ്പെട്ട് വൈദ്യുതി നിലയങ്ങൾ ധാരാളം പ്രവർത്തിക്കുന്നുണ്ട്. ഈ വൈദ്യുതി നിലയങ്ങൾ കൊണ്ടൊന്നും പറ്റില്ലേ, ഇനിയും പ്രയോജനപ്പെടുത്താത്ത ജലം ഉപയോഗിച്ച് വൈദ്യുതി നിലയങ്ങൾ പ്രവർത്തിപ്പിച്ചുകൂടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ, അതായത് ആണവോർജം, ആണവ നിലയം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ലോകത്ത് ജപ്പാനിൽ സംഭവിച്ച ആണവ പ്രശ്നങ്ങൾ, റഷ്യയിലുണ്ടായത്, ഇതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ആണവ നിലയം എന്ന് പറയുമ്പോൾ ആർക്കും അല്പം ഭയം തോന്നാതിരിക്കുകയില്ല. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ടാണ് ആണവ നിലയത്തെപ്പറ്റി ചിന്തിക്കാനുള്ള സാധ്യത വന്നിരിക്കുന്നത്? KSEB ചെയർമാൻ ശ്രീ ബിജു പ്രഭാകർ, ഊർജ വകുപ്പ് സംഘം എന്നിവർ ചേർന്ന് മുംബൈ ന്യൂക്ലിയർ പവർ കോർപ്പറേഷനുമായിട്ടാണ് ചർച്ച നടത്തുന്നത്. ഈ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ്റെ കീഴിൽ വരുന്ന കൽപ്പാക്കം ആണവ നിലയം നടത്തിപ്പുകാരായിട്ടുള്ള ഭാരതീയ നാഭികീയ വിദ്യുത് നിഗം ലിമിറ്റഡിൻ്റെ ചെയർമാനുമായിട്ടാണ് ഇവർ ചർച്ച നടത്തിയത്. അപ്പോൾ കൽപ്പാക്കം നടത്തുന്ന അതേ കമ്പനി തന്നെയാണ് കേരളത്തിലും ഈ ആണവ നിലയം നടത്തുന്നതിനെ പറ്റിയുള്ള ചർച്ചയുമായി മുൻപോട്ട് വന്നിട്ടുള്ളത്. 2 ആണവ നിലയങ്ങൾ കേരളത്തിൽ സ്ഥാപിക്കണം എന്നതാണ് ചർച്ചയുടെ കാതലായ അജണ്ട. എവിടെയൊക്കെയാണത്? 1 ആതിരപ്പള്ളി, 2 ചീമേനി. ഈ 2 ഇടങ്ങളിലാണ് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്തിന് 450 മെഗാവാട്ട് വൈദ്യുതി കൂടംകുളത്ത് നിന്നോരാ. അത് ഇപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം, അതായത് ഇങ്ങനെ ഈ ആണവ നിലയത്തെപ്പറ്റി ചിന്തിക്കാനുണ്ടായ ഒരു പശ്ചാത്തലം എന്താണ് എന്ന് നമുക്ക് നോക്കണം. കേരളത്തിൻ്റെ നിലവിലിരിക്കുന്ന, അതായത് ഇങ്ങനെ ഒരാണവ നിലയത്തെപ്പറ്റി ഒന്നോ അതിലധികമോ ആണവ നിലയങ്ങളെപ്പറ്റി ചിന്തിക്കാനുണ്ടായ പശ്ചാത്തലം ഏതാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് ഇവിടെ 3200 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോഴുള്ളത്. പക്ഷേ 3200 ഉൽപ്പാദിപ്പിക്കുന്നില്ല. ആകെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി 1800 മെഗാവാട്ട് മാത്രമാണ്. 2030 ആകുമ്പോഴത്തേനും 10,000 മെഗാവാട്ട് വൈദ്യുതി കേരളത്തിന് വേണ്ടി വരുമെന്നാണ് കണക്കുകൾ, അതായത് KSEB തന്നെ നടത്തിയ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുക 3200 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള ശക്തി ഉണ്ട് എന്ന് പറയുമ്പോഴും 1800 ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ, പല പല കാരണങ്ങൾ കൊണ്ട്. ഇനി 2030 ആകുമ്പോഴത്തേനും 10,000 മെഗാവാട്ട് വേണ്ടി വരും എന്നാണ് കണ്ടെത്തൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വൈദ്യുതി നിലയവുമായിട്ട് മുൻപോട്ട് പോയാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, സിംഹവാല കുരങ്ങുകളുടെ സാധ്യതകൾ പോലും നശിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞ് ദിവംഗതയായ നമ്മുടെ കവയിത്രി സുഗതകുമാരി ഇതിനെതിരെ, അതായത് ചില ജലവൈദ്യുത പദ്ധതികൾക്കെതിരെ സമര രംഗത്ത് വരെ വന്നിരുന്നു. അപ്പോൾ അത്രയ്ക്കും പ്രക്ഷുബ്ധമാക്കിയ സാഹചര്യം ആണ്. അതായത് ഇത് പരിസ്ഥിതിയെ വലിയ തോതിൽ ദുഷിപ്പിക്കും, അതുപോലെ തന്നെ മറ്റ് സിംഹവാലൻ പോലെയുള്ള ജീവികളുടെയും വംശനാശം സംഭവിക്കാം. ഇത്തരം ഇഷ്യൂസൊക്കെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓർക്കണം, COP28, COP27, അതായത് പരിസ്ഥിതി സമ്മിറ്റുകൾ, ആഗോള പരിസ്ഥിതി സമ്മിറ്റുകളൊക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോഴത്തെ താപനില വളരെ ഉയർന്നു നിൽക്കുകയാണ്. 1800കളിലെ താപനിലയിലേക്ക് ലോകം തിരിച്ചു പോകണം. അതല്ലാത്ത പക്ഷം ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മൂലം ഇപ്പോൾ നമുക്കറിയാം, ഇന്ന് തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് വയനാട്ടിലെ അതിഭീകരമായ ഉരുൾപൊട്ടലിൻ്റെയും മരണത്തിൻ്റെയും ഒക്കെ കണക്കുകൾ. ആരുടെയും കണ്ണ് നിറയ്ക്കുന്ന, ചങ്ക് തകർക്കുന്ന തരത്തിലുള്ള രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്. അപ്പം ഇങ്ങനെ പരിസ്ഥിതിയെ പൂർണ്ണമായിട്ടും തകർക്കുന്ന
അതായത് മനുഷ്യനും പരിസ്ഥിതിയും തമ്മിലുള്ള ആ പാരസ്പര്യം ഇല്ലാതെയാക്കുന്ന തരത്തിലാണ് വികസന പ്രക്രിയ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന, ലോകം മുഴുവനും അംഗീകരിക്കുന്ന കാര്യമാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്താകമാനം അങ്ങനെ തന്നെയാണ്. വായ കൊണ്ട് പാരിസ്ഥിതികമായി നമ്മൾ സസ്റ്റൈനബിളായിട്ട് മുന്നേറണം എന്ന് പറയുകയും കർമ്മം കൊണ്ട് അതിൻ്റെ നേരെ വിപരീത ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ശരിക്കു പറഞ്ഞാൽ നമ്മൾ ഈ ആണവോർജത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് ശരിയാണോ? ഏത് തരത്തിലാണെങ്കിൽ, അതായത് ഇപ്പം ബിജു പ്രഭാകർ, നമ്മുടെ വൈദ്യുതി ബോർഡ് ചെയർമാൻ, പറയുന്നത് സോളാർ പവർ നമുക്ക് നോക്കാം, പക്ഷേ അത് പകൽ മാത്രമാണ് ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത്. പിന്നെ 3200 മെഗാവാട്ടിനുള്ള വൈദ്യുതി ശക്തി ഇപ്പോൾ കേരളത്തിലുണ്ട്, പക്ഷേ അതിൽ നിന്ന് നമുക്ക് 1800 മാത്രമാണ് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്. അതുപോലെ തന്നെ കൽപ്പാക്കം പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പെട്ടെന്ന് വൈദ്യുതി മേടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അങ്ങനെ ശ്രമങ്ങൾ നടത്തുമ്പോൾ എന്താണ് സംഭവിക്കുക? പെർമിറ്റ് കിട്ടുന്നില്ല. നിങ്ങൾ ടെൻഡർ വിളിക്കൂ, ടെൻഡർ വഴിയായിട്ട് ശ്രമിക്കൂ എന്ന് വെച്ചാൽ ആ ടെൻഡർ പ്രകാരം കാലതാമസം വരും. അതുപോലെ തന്നെ നാം ഉദ്ദേശിക്കുന്ന ചെറിയ വിലയ്ക്ക് കിട്ടുകയില്ല, വലിയ വില കൊടുക്കേണ്ടി വരും. മാത്രവുമല്ല, ഈ 10,000 മെഗാവാട്ട് വൈദ്യുതി വേണ്ടി വരുന്ന 2030 ആകുമ്പോഴത്തേക്കും അതിനു വേണ്ടി വരുന്ന ചെലവ് KSEB കണക്ക് കൂട്ടിയിട്ടിരിക്കുന്ന ചെലവനുസരിച്ചാണെങ്കിൽ 25,000 കോടി ആണ് ചെലവ് വരിക. ഈ 25,000 കോടി ഇപ്പോൾ നമ്മൾ 13,000 കോടിയുടെ, അതായത് 1,800 കോടി നാം ഉൽപ്പാദിപ്പിക്കുന്നു. അഡീഷണലായിട്ട് നമുക്ക് വേണ്ടി വരുന്ന ഇത് വാങ്ങുന്നതിന് 13,000 കോടിയാണ് ഇപ്പോൾ കേരളീയർ ചെലവഴിക്കുന്നത്. വൈദ്യുതി നിരക്കായി ഓരോരുത്തരുടെയും തലയിൽ വരുന്നത് അതിൻ്റെ ഭാഗമാണ്. അതേ സമയത്ത് 2030 ആകുമ്പോഴേക്കും നമുക്ക് ആവശ്യമായി വരുന്ന ഈ 10,000 മെഗാവാട്ട് വൈദ്യുതി, ആ 10,000 മെഗാവാട്ട് വൈദ്യുതിയിൽ ഒരു നല്ല ഭാഗം പുറത്തുനിന്ന് മേടിക്കേണ്ടി വരുമ്പോൾ അതിനുവേണ്ടി നാം കൊടുക്കേണ്ടി വരുന്നത് 25,000 കോടി രൂപയാണ്. ഈ 25,000 കോടി രൂപയും ക്രമമായി അത് വൈദ്യുതി നിരക്കിൽ തന്നെ പ്രതിഫലിച്ചു വരും. എന്ന് വെച്ചാൽ ഈ കേരളത്തിലെ ഉപഭോക്താക്കൾ തന്നെ ആ ഭാരം പേറേണ്ടതാണ്. അപ്പോൾ എങ്ങനെ ഈ ഭാവിയിലേക്ക് ഈ ഭാരത്തെ ലഘൂകരിച്ചു കൊണ്ടുവരാം എന്നുള്ള ഒരു എൻക്വയറി, ഒരു അന്വേഷണം, ആ അന്വേഷണം KSEB ചെയർമാൻ അതുപോലെ അദ്ദേഹത്തോടൊത്തു പ്രവർത്തിക്കുന്നവരൊക്കെയും കൂടി നടത്തിയതിൻ്റെ ഫലമാണ് 2 ആണവ പദ്ധതികൾ ഇവിടെ വരുവാണെങ്കിൽ, അതായത് ആതിരപ്പള്ളിയിലും ചീമേനിയിലും വരികയാണെങ്കിൽ നമുക്ക് ഇത്രയധികം വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങേണ്ടി വരില്ല. അതിന് ഇപ്പോൾ 7,500 കോടിയുടെ ഇടപാടിനാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 2030 ആകുമ്പോഴേക്കും 25,000 കോടിയുടെ വൈദ്യുതി നാം മേടിക്കേണ്ടി വരുന്ന സ്ഥാനത്ത് 7,500 കോടി ചെലവഴിച്ച് ഒരു പദ്ധതി കൊണ്ടുവരികയാണെങ്കിൽ ആ പദ്ധതി ദീർഘകാലത്തേക്ക് നമ്മുടെ വൈദ്യുതി ക്ഷാമത്തിന് പരിഹാരമാകും. അതിൻ്റെ ചെലവ് വരണം 7,500 കോടിയുള്ളൂ. അത് ചെലവഴിക്കാൻ തയ്യാറായില്ലെങ്കിൽ പകരം 25,000 കോടിയുടെ അധിക ചെലവാണ് നമ്മളെ കാത്തിരിക്കുന്നത് 2030 ആകുമ്പോഴത്തേക്കും. 2030 വളരെ ദൂരത്തല്ലെന്നും നമ്മൾ ഓർക്കണം. അപ്പം പിന്നെ അങ്ങോട്ട് പോകുന്ന കാലങ്ങളിൽ ഈ വൈദ്യുതി വില ഇരട്ടിച്ചിരട്ടിച്ച് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ബിജു പ്രഭാകർ ഉൾക്കൊള്ളുന്ന കൽപ്പാക്കം ആണവോർജത്തിൻ്റെ നിർമ്മാതാക്കൾ, നടത്തിപ്പുകാർ, നമ്മുടെ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ്റെ തലപ്പത്തിരിക്കുന്നവർ, ഇവരെല്ലാം ചേർന്ന് ആലോചിച്ച് ആണ് ഇങ്ങനെയൊരു നിലയത്തെപ്പറ്റി, ആണവോർജത്തെപ്പറ്റി ചിന്തിക്കുന്നത് എന്നത് ആശ്വാസകരമാണ്. എങ്കിലും നമുക്ക് ഭയം ഇല്ലാതില്ല. അപ്പോൾ മിസ്റ്റർ ബിജു പ്രഭാകർ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ ചില പ്ലസ് പോയിൻറ്റ്സ് എനിക്ക് അതിനകത്ത് ചൂണ്ടിക്കാണിക്കാനുണ്ട്. കാരണം വെറും ശരാശരി ഓഫീസറല്ല ഈ ബിജു പ്രഭാകർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സർവീസ് ഘട്ടത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള പല സേവനങ്ങളും നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. ധിഷണാശാലിയാണ്, കർമ്മകുശലനാണ് അദ്ദേഹം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ടില്ല. ഞാൻ സംസാരിക്കുന്നത് കേട്ടാൽ അദ്ദേഹത്തിന് വേണ്ടി വക്കാലത്ത് പറയുകയാണോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നും. പക്ഷേ നേരിൽ കാണാത്ത അദ്ദേഹത്തെ പറ്റി എനിക്ക് അങ്ങനെ തോന്നാൻ കാരണം അതിൻ്റെ കർമ്മത്തെ ഞാൻ വീക്ഷിക്കാറുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് തന്നെ 1-2 എക്സാമ്പിൾസ് ചൂണ്ടിക്കാണിക്കാം നിങ്ങളുടെ അടുത്ത്. ഒന്നാമത്തെ എക്സാമ്പിൾ തന്നെ കാരുണ്യ ലോട്ടറി. നോക്കൂ, എത്ര ലക്ഷം നിർധനരായ രോഗികൾക്കാണ് ഹൃദയത്തിന്
അതുപോലെ കിഡ്നിക്ക്, അതുപോലെ ശ്വാസകോശത്തിന് ഒക്കെ വലിയ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായി, വർദ്ധിതമായ ചെലവോടുകൂടിയ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായി വരുമ്പോൾ കാരുണ്യ ലോട്ടറിയാണ് അവരെ സഹായിക്കാൻ എത്തുന്നത്. ആരാണ് ആ കോൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നത്? ആ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ബിജു പ്രഭാകർ ലോട്ടറീസ് ഡയറക്ടറായിട്ടിരിക്കുന്ന കാലത്താണ്. 2012 അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ലോട്ടറി, അതായത് കാരുണ്യ ലോട്ടറി എന്ന പേരിൽ ഒരു ലോട്ടറി എടുത്താൽ ലോട്ടറി എടുക്കുന്നവർക്ക് അത് ഒരു നല്ല പർപ്പസിന് വേണ്ടിയാണ് എന്ന വിചാരം കൊണ്ട് ധനികരും ദരിദ്രരും എല്ലാവരും ആ ലോട്ടറി എടുക്കും. ആ പണം ഉപയോഗിച്ച് ഇത്തരം രോഗികളെ, അതായത് വലിയ ചെലവ് വരുന്ന അതേ സമയത്ത് വളരെ അപകടകരമായ രോഗങ്ങൾ, ആ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി അവരെ സഹായിക്കുക. അവർക്ക് ഇൻഷുറൻസ് ആയിട്ട്, കാരുണ്യ പദ്ധതിയിൽ ചേരുന്നവർക്ക് ഇൻഷുറൻസ് ആയി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നല്ലതാണ്. അപ്പോഴും ഈ 2012 അദ്ദേഹം ഈ കാരുണ്യ ലോട്ടറിയുടെ കോൺസെപ്റ്റ് കൊണ്ടുവരുമ്പോഴും കേരളത്തിൽ ധനപ്രതിസന്ധി വലിയ അളവ് വരെ ഉണ്ട്, ഇന്നത്തെ പോലെ അല്ലെന്ന് മാത്രം. അപ്പോൾ അത് വർദ്ധിച്ചു വരാതിരിക്കാൻ വേണ്ടി അന്നത്തെ UDF ഗവൺമെൻറ് ഒരുപാട് നടപടികൾ എടുത്തിരുന്നു ജനങ്ങളെ പിഴിയുന്നതിന് പകരം. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ നിർദ്ദേശപ്രകാരമാണ് KM മാണി സാറും ധനമന്ത്രിയായിരുന്നു, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു, ഇവരെല്ലാവരും കൂടി ആലോചിച്ച് ഇങ്ങനെയൊരു പദ്ധതി കൊണ്ടുവരുന്നത്. കാരുണ്യ ലോട്ടറി തുടങ്ങി. അങ്ങനെ കാരുണ്യ ലോട്ടറിയുടെ ബേസിസിൽ ഈ കാരുണ്യ ചികിത്സാ പദ്ധതിയും ആരംഭിച്ചു. ആ ചികിത്സാ പദ്ധതി ഇപ്പോൾ അവതാളത്തിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അതായത് 12,686.99 കോടി ലോട്ടറി വഴി, കാരുണ്യ ലോട്ടറിയിൽ നിന്ന് മാത്രമായിട്ട് എത്ര കിട്ടിയെന്നുള്ളത് ഇവിടെ പറയുന്നില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഏതായാലും ലോട്ടറി വഴി അത്രയും പണം കിട്ടി. അതിലേറ്റവും വലിയ ശതമാനം എന്ന് വെച്ചാൽ ഒരു 75-80% കാരുണ്യ ലോട്ടറിക്കാണ് കിട്ടുന്നത്. അങ്ങനെ കിട്ടിയിട്ട് പോലും കാരുണ്യ ലോട്ടറിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന, അതിൽ ഉൾപ്പെട്ട് രോഗികൾക്ക് സഹായം നൽകിയിരുന്ന, ഇൻഷുറൻസ് നൽകിയിരുന്ന ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്കൊന്നും അവരുടെ വിഹിതം കൊടുക്കുന്നില്ല, കുടിശ്ശിക ഇട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരൊക്കെ ഈ പദ്ധതിയിൽ നിന്ന് മാറുകയാണ്. അപ്പോൾ അതിനൊക്കെ കാരണം ഈ ഗവൺമെൻറ് തന്നെയാണ്. ഗവൺമെൻറ് ഈ പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നില്ല എന്നത് തന്നെയാണ്. അദ്ദേഹം അന്ന് ലോട്ടറീസ് ഡയറക്ടർ ആയിരുന്നെങ്കിൽ അതേ ബിജു പ്രഭാകറാണ് ഇപ്പോൾ ഈ വൈദ്യുതി ബോർഡിൻ്റെ ചെയർമാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതിന് മുൻപ് അത് ജനപക്ഷത്ത് നിന്ന് നോക്കുന്നവനാണ്, ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുമോ എന്ന് പഠിക്കുന്നവനാണ്. തന്നെയല്ല, കാര്യക്ഷമതയുടെ കാര്യത്തിലും ഒരു കാരണവശാലും അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യുന്ന ആളല്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഇത് കൊണ്ടുവരുന്നത് എന്നത് തീർച്ചയായിട്ടും ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി രണ്ടാമതൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ വേറൊരു അനുഭവമുണ്ട്. അതായത് ഞാനൊരിക്കൽ അമേരിക്കയിൽ പെൻസിൽവേനിയയിലുള്ള ഞങ്ങളുടെ മക്കളെ കാണാനായിട്ട് ഞാൻ ഹസ്ബൻഡും കൂടെ പോയി. അവിടെ ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് ഒരു മാസം അവിടെ താമസിച്ചു. പിറ്റ്സ്ബർഗിൽ ഞങ്ങളവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ന്യൂയോർക്ക് വിസിറ്റിന് പോയി. അപ്പോൾ ന്യൂയോർക്കിൽ ചെന്നപ്പോൾ കണ്ട ഒരു വളരെ രസകരമായ കാര്യം, നമ്മൾ ഇപ്പോൾ നോ പാർക്കിംഗ് എഴുതി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പാർക്കിംഗ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഓഫീസുകൾ, മറ്റ് കോളേജുകളോ സ്കൂളുകളോ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ തുടങ്ങുന്ന ആ സമയത്ത് എല്ലായിടത്തും നോ പാർക്കിംഗ് ആയിരിക്കും. കാരണം ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കുവരവ് സുഗമമാക്കി തീർക്കാൻ വേണ്ടിയാണ് നോ പാർക്കിംഗ് എന്നുള്ള സിഗ്നൽ വയ്ക്കുന്നത്. അത് കഴിഞ്ഞ് ആ നോ പാർക്കിംഗ് സിഗ്നൽ എടുത്തു മാറ്റിയിട്ട് പാർക്കിംഗ് പോസിബിൾ ആണെന്നുള്ള പാർക്കിംഗ് സിഗ്നൽ വെക്കുന്നു. പക്ഷേ ആ പാർക്കിംഗ് സിഗ്നൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ പാർക്ക് ചെയ്യാം, പക്ഷേ ഒരു പാർക്കിംഗ് ഫീ നിർബന്ധമാണ്. അപ്പോൾ ആ പാർക്കിംഗ് ഫീ അടച്ചു കഴിഞ്ഞ് അവിടെ പാർക്ക് ചെയ്യുന്നതിന് ഒരു പ്രശ്നവുമില്ല. അതാണ്. അപ്പം ഞാൻ ഓർത്തു, ഇത് നല്ലൊരു മാർഗ്ഗമാണല്ലോ. ഈ കണ്ടമാനം അവിടെ ഇവിടെയൊക്കെ പാർക്ക് ചെയ്ത് കൺജഷൻ ഉണ്ടാക്കുന്നില്ല. അത് എല്ലാ തരത്തിലും നല്ലതാണ്. തന്നെയുമല്ല, ആ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ എന്തുമാകട്ടെ അതിനൊരു നല്ല വരുമാനവും ഉണ്ടാകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ ഡിസ്ട്രിക്ട് കളക്ടറായിരുന്നു ബിജു പ്രഭാകർ. ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. സർ, എനിക്ക് ഇങ്ങനെ ഒരു അനുഭവമുണ്ട്, അത് താങ്കൾക്കുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചല്ലോ, കേരളത്തിൽ അന്നും ധനപ്രതിസന്ധിയുണ്ട്. എങ്ങനെ ധനസമാഹരണം വർദ്ധിപ്പിക്കാമെന്ന പഠനം എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്ന, എല്ലാ ഉദ്യോഗസ്ഥരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ ബിജു പ്രഭാകർ സാറ് ശരി ടീച്ചറെ നോക്കട്ടെ എന്ന് പറഞ്ഞു. അധികം താമസിയാതെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇതുപോലെയുള്ള നോ പാർക്കിംഗ് സമ്പ്രദായം കൊണ്ടുവന്നു. അതിപ്പോഴും നിലനിൽക്കുന്നു. അത് തീർച്ചയായിട്ടും കോർപ്പറേഷൻ്റെ ധനസമാഹരണത്തെ
സഹായിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെതിരെ എതിർപ്പുകളൊന്നും ഉണ്ടായില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ട്രാഫിക് ജാമും അതുകൊണ്ടുണ്ടാകുന്ന ഇന്ധന നഷ്ടവും സമയനഷ്ടവും ഒക്കെയാണ്. നമുക്ക് കേരളത്തിൽ എവിടെ നോക്കിയാലും അത് കാണാം നമുക്ക്. അങ്ങനെ അത് വളരെ രൂക്ഷമായിരുന്നു തിരുവനന്തപുരത്ത് ആ സമയത്തൊക്കെ. അങ്ങനെയാണ് എന്നെക്കൊണ്ട് ഇത് അദ്ദേഹത്തോട് പറയിക്കാൻ തോന്നിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം അത് കൃത്യമായി അതിൻ്റെ ആ ഉള്ളടക്കം മനസ്സിലാക്കുകയും അതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയെന്ന് തിരിച്ചറിയുകയും ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ആ സിസ്റ്റം തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. തിരുവനന്തപുരത്ത് ഇപ്പോഴും ആ സിസ്റ്റം നിലനിൽക്കുന്നുണ്ട്. അതിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്, കാര്യങ്ങളെ വളരെ ഗൗരവത്തോടെ കാണുകയും ദീർഘദൃഷ്ടിയോടുകൂടി അതിൻ്റെ എല്ലാ സാധ്യതകളും അറിയുകയും ചെയ്തതിന് ശേഷം മാത്രം ഒരു കാര്യം നടപ്പാക്കാൻ, ഒരു പുതിയ കാര്യം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഈ ആണവ നിലയത്തിൻ്റെ കാര്യത്തിലും അത് കേരളത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, എവിടെയാണെങ്കിലും ആണവ നിലയങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ അവയെ വേണ്ട രീതിയിൽ കാര്യക്ഷമമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതെ തന്നെ ആണവ നിലയങ്ങൾ മുന്നോട്ട് നയിക്കപ്പെടും എന്നുള്ള ഉറച്ച വിശ്വാസം ഇത്തരക്കാർ ഇത് നടപ്പാക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ആണവ നിലയത്തോട് നമുക്കുള്ള താല്പര്യമില്ലായ്മ നമുക്ക് മറക്കാം. അതുപോലെ തന്നെ ജലവൈദ്യുതി നിലയങ്ങൾ, ജലം ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും വൈദ്യുതി നിലയങ്ങളുടെ ഒന്നും പ്രവർത്തനം ഇവിടെ പറഞ്ഞല്ലോ 1800 മെഗാവാട്ടിൻ്റെ ഉണ്ടെങ്കിൽ 1300 മെഗാവാട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കാവുന്നതേ ഉള്ളൂ.